അതാണ് അൻവർ. അത് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞില്ലേ, അൻവർ സ്വതന്ത്രമായ നിലപാടെടുത്തത് സ്വതന്ത്രമായ ഒരു അഭിപ്രായത്തിൻ്റെ ഭാഗമല്ല. UDF-ഉമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുന്നത്. അങ്ങനെ വിട്ടത് കൊണ്ടാണ് നിലമ്പൂർ ഈ സ്ഥാനാർത്ഥി പ്രശ്നം വന്ന സമയത്ത് അൻവറാണ് പറയുന്നത്, അവിടെ സ്ഥാനാർത്ഥി ഒരു നിർദ്ദേശം വന്നല്ലോ, അൻവർ തന്നെ സ്ഥാനാർത്ഥിൻ്റെ പേര് നിർദ്ദേശിക്കാം. കോൺഗ്രസിനകത്ത് സാധാരണ നിലയിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടാണോ അത്? അൻവറിൻ്റെ ഈ നിലപാടിനെ തള്ളി പറയാൻ കോൺഗ്രസ് ഉണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ട്, വാർത്തകൾ വന്നിട്ടുണ്ട്, അൻവറിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തത് കൊണ്ട് അവിടെ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു, അതിനെതിരായി അൻവർ പ്രകോപിതനായിരിക്കുന്നു, അൻവർ സ്വതന്ത്രമായി മത്സരിക്കുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അൻവർ UDF ചേരിയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇതൊക്കെ ഒരു രീതി അങ്ങനെ അവർ ചെയ്യുകയാണത്. അതിലൊക്കെ ഇത്തരം നിലപാടുകളോട് കോൺഗ്രസ്സാണ് സമീപനം വ്യക്തമാക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫാക്ടറല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു ഫാക്ടറേ അല്ല. അൻവറിൻ്റെ ഈ രീതിയിലുള്ള തകിടം മറിച്ചൽ ജനങ്ങൾക്കറിയില്ലേ, ജനങ്ങൾ മനസ്സിലാക്കില്ലേ? പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. ആ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോഴുള്ള ഞങ്ങളുടെ ലക്ഷ്യം സാധ്യമാകത്തക്ക നിലയുള്ള സമീപനമല്ല ദൗർഭാഗ്യവശാൽ അദ്ദേഹം സ്വീകരിച്ചത്. ആ നിലപാട് അദ്ദേഹം മാറ്റിയതിനെ തുടർന്ന് അദ്ദേഹം ഇതിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുട്ടുപോവുകയും ചെയ്തു. അതാണ് പ്രശ്നം. അതുകൊണ്ട് അൻവർ ഒരു ഫാക്ടറേ അല്ല. അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകമേ അല്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തി വോട്ട് ചെയ്യും ജനങ്ങൾ. നമുക്ക് കാണാം എന്താ ഈ പ്രശ്നം. അതിനൊരു ഉത്തരം എനിക്ക് പറയാനുള്ളത്, ഓരോ സാഹചര്യത്തിലും രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ പ്രതികരണം. ആ പ്രതികരണം ഇടതുപക്ഷ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം നോക്കിയിട്ടാണ് ജനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും നിലപാടുകൾ എടുക്കുന്നത്. അത് മാറിയും മറിഞ്ഞിരിക്കും. അതാണ് സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇവിടെ ഇപ്പം ജനങ്ങളുടെ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ കണക്കാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ജനങ്ങൾ ആ നിലയിൽ സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരല്ലേ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി തീരുമാനിക്കുന്നത്. അനാവശ്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. അനാവശ്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് അവരല്ലേ പൊളിറ്റിക്കലായ തീരുമാനമെടുക്കുന്നത് അവരാണല്ലോ. എലക്ഷനും ഇതൊക്കെ ഭരണഘടനയുടെ സ്വതന്ത്രമായ പദവിയാണെങ്കിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ജുഡീഷ്യറി ഉൾപ്പെടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഓരോ നടപടിയിലൂടെ. അപ്പം അതുകൊണ്ട് ഇലക്ഷനും അതിൻ്റെ ഒരു വഴിക്കാണ് വരുന്നത്. അപ്പോൾ രാജീവ് ശങ്കർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെ അവിടെ BJP മത്സരിക്കുന്നില്ല ചിലപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ടാവാം. അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവരവിടെ മത്സരിക്കില്ലേ? അല്ലെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന സ്ഥാനാർത്ഥിയാവാമല്ലോ. അതൊക്കെ അവരുടെ നിലപാട്. അത് അവർ മത്സരിക്കില്ലോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ആസ്ഥാനത്താണ് തെരഞ്ഞെടുപ്പെങ്കിൽ അവർ പറയട്ടെ ജനങ്ങളോട്.